ഞാനിപ്പോൾ ഉള്ളത് ഗാന്ധിനഗറിലാണ്. ഗാന്ധിനഗറിന് നമ്മളിപ്പോൾ പുറകിൽ കാണുന്ന എൻ്റെ പുറകിൽ കാണുന്നതാണ് ഗാന്ധിനഗറിലെ ദണ്ഡി പുത്തർ എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്മാരകമാണിത്. ഇതിനകത്ത് നമുക്ക് ക്യാമറയോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് പ്രവർത്തിപ്പിച്ചിരുന്നില്ല. ഇത് ദണ്ഡി യാത്രയെക്കുറിച്ചുള്ള വിവരണം നമുക്ക് തരുന്നത് സ്ക്രീനിലൂടെയാണ്. ഇതിനകത്ത് ചുമരിൽ സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിലൂടെയാണ് നമുക്ക് വിവരണങ്ങൾ തന്നുകൊണ്ടിരിക്കുക. ഇത് എത്രത്തോളം കഷ്ടപ്പാടും സഹനങ്ങളും ദണ്ഡി യാത്ര സമയത്ത് ഗാന്ധിയും കൂടെയുള്ള ആൾക്കാരും സഹിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് വിവരണം തരികയാണ്. നല്ല അറിവും വിജ്ഞാനവും വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. നല്ല സംഭവമായിരുന്നു ഇത് അതിനകത്ത് കാണാനുണ്ട്. ഇത് നമ്മൾ ദണ്ഡി പുത്തറിലേക്കുള്ള പുറത്തുനിന്നുള്ള കാഴ്ചയാണ്, മതിലിന് പുറത്തുള്ള കാഴ്ചയാണ്. ഈ കാഴ്ച അതിമനോഹരമായിട്ടുണ്ട്. ഈ സൈഡിൽ തെങ്ങൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തരത്തിൽ ഗാർഡനൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അവിടെ വിവരണങ്ങൾ തരാൻ ഗൈഡ്, അതിനകത്ത് തന്നെ അവരുടെ സ്റ്റാഫുണ്ട്. നമുക്ക് നല്ല രീതിയിൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ദണ്ഡി പുത്തറിൻ്റെ ഒരു ഗേറ്റ്. 2 ഗേറ്റുണ്ട് ഇതിന്. അതിൽ ഒരു ഗേറ്റിലൂടെ പ്രവേശിക്കാനും മറ്റൊന്ന് VIP ഒക്കെ വന്നാൽ മാത്രമാണ് ഈ ഗേറ്റ് തുറന്നു കൊടുക്കുകയുള്ളൂ. ഈ ഗേറ്റിലൂടെ പുറത്തേക്ക് വരാനുള്ളതാണ്. അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എനിക്ക് ഇവിടെ നിന്ന് അഹമ്മദാബാദ് പോകണം. അഹമ്മദാബാദിൽ നിന്നാണ് എനിക്ക് ബിൽവാരയിലേക്കുള്ള ട്രെയിൻ കിട്ടുക. അപ്പം അതിനു വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശന വഴി. അപ്പം നമുക്കിനി ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതിമനോഹരമായിട്ടാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയയും മറ്റും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഈ വഴി അങ്ങോട്ട് മുറിച്ച് കടന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ എത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ അകംഭാഗമാണ് ഇത്. എത്ര മനോഹരമായിട്ടാണ് ഇവർ ഇതിനെ അലങ്കരിച്ചിരിക്കുന്നത്, പണി തീർത്ത് വെച്ചിരിക്കുന്നത് നോക്കിയേ. നല്ല ഭംഗി ഉണ്ട്. തറയിൽ കടപ്പ പോലുള്ള കല്ല് പാകിയിട്ടുണ്ട്. ചുമര് ടൈൽസൊക്കെ ഗ്രാനൈറ്റും ടൈൽസൊക്കെ ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് AC വെയിറ്റിംഗ് ഹാളാണ്. എല്ലാ സ്ഥലത്തും ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കസേരകൾ 2 സൈഡിലുമായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. AC വെയിറ്റിംഗ്